ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഉണ്ട്. സോ അതാപ്പന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ വ്യാഴം വെള്ളി ദിവസങ്ങളായിട്ട് OTT വഴി റിലീസിലെത്താൻ പോകുന്ന ഏറ്റവും പുതിയ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളെ കുറിച്ചൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വമ്പൻ ചിത്രങ്ങൾ തന്നെയാണ് ഈ ആഴ്ച OTT റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നുള്ള പ്രമുഖ ചിത്രങ്ങളുണ്ട്. ഒന്നാമത്തെ ചിത്രം തെലുങ്കിൽ നിന്നുള്ള ചിത്രമാണ്. കരുണകുമാർ ഡയറക്ട് ചെയ്ത് വരുൺ തേജ്, മീനാക്ഷി ചൗധരി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെടുത്ത തെലുങ്ക് ചിത്രമായിരുന്നു മഡ്ക എന്ന് പറയുന്ന സിനിമ. നവംബർ മാസം 14 തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം വൻ പരാജയമായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വരുന്ന ഡിസംബർ മാസം 5 മഡ്ക എന്ന് പറയുന്ന സിനിമ ആമസോൺ പ്രൈം വീഡിയോസ് ലഭ്യമെന്ന് അറിയിച്ചിട്ടുണ്ട്. തെലുങ്കിന് പുറമെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായിട്ട് ആമസോൺ പ്രൈം വീഡിയോസ് വഴി നമുക്ക് മഡ്ക എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ വ്യാഴാഴ്ച OTT റിലീസ് ചെയ്യുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ തമിഴിൽ നിന്നുള്ള ഒരു വമ്പൻ ചിത്രമാണ്. ശിവകാർത്തികൻ കേന്ദ്ര കഥാപാത്രത്തെ അമരൻ എന്ന് പറയുന്ന സിനിമയാണ്. ശിവകാർത്തികനൊപ്പം തന്നെ സായി പല്ലവിയും കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്ന് രാജ്കുമാർ പെരിയസ്വാമി ചെയ്തു. ചിത്രം ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് നടത്താൻ പോവുകയാണ്. ഡിസംബർ മാസം 5 ചിത്രത്തിന്റെ OTT റിലീസ് ഉണ്ടാകുന്നതെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. തമിഴിന് പുറമെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷയോടെയായിട്ട് നമുക്ക് നെറ്റ്ഫ്ലിക്സ് വഴി അമരൻ എന്ന് പറയുന്ന സിനിമ ഈ വ്യാഴാഴ്ച മുതൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ 2024 റിലീസ് ചെയ്ത ഒരു പാളയം PC എന്ന് പറയുന്ന മലയാള സിനിമ OTT വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ മാധവ് കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന BM അനിലായിരുന്നു. 2024 ജനുവരി മാസം തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു പാളയം PC എന്ന് പറയുന്ന സിനിമ. ചിത്രം പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സൈനാപ്ലേ ചിത്രത്തിൽ OTT റൈറ്റ്സ് സ്വന്തമാക്കി ഇപ്പോഴത്തെ സൈനാപ്ലേ ഈ സിനിമ ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൺഫേം ആയിട്ടുള്ള ഒരു OTT അപ്ഡേറ്റ്സ് നോക്കിയാൽ ബോഗൻവില്ല എന്ന് പറയുന്ന കുഞ്ചാക്കോവൻ ചിത്രത്തിന്റേതാണ്. അമരനേത് അണിയിച്ചൊരുക്കിയ ചിത്രത്തിൽ ചാക്കോച്ചനൊപ്പം തന്നെ ജ്യോതിർമയി, ഫഹദ് ഫാസിൽ, ഷറഫുദ്ദീൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ത്രില്ലർ മോഡി കഥ പറഞ്ഞ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന് OTT റൈറ്റ്സ് എല്ലാം തന്നെ സോണി ലൈവ് സ്വന്തമാക്കിയിട്ടുണ്ട്. സോണി ലൈവ് ഇപ്പോഴത്തെ ഈ വരുന്ന ഡിസംബർ മാസം 13 ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലൂടെയായിട്ട് നമുക്ക് സോണി ലൈവ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പണി എന്ന് പറയുന്ന ജോജി ജോർജ് ചിത്രത്തിന് OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഹോട്ട്സ്റ്റാർ വഴി എന്നാണ് ചിത്രം സ്ട്രീമിംഗ് നടത്താൻ പോകുന്നതെന്ന് അറിയിച്ചില്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ ചിത്രത്തിന്റെ OTT റിലീസ് ഉണ്ടാകുന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഡിസംബർ മാസം 22 നമുക്ക് ഒരുപക്ഷെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി പണി എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയത്തിലോട്ട് നീങ്ങുന്ന ബേസിൽ ജോസഫ് നസ്രിയ നസീം ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സ് ലഭ്യമായിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഡിസംബർ മാസത്തിൽ തന്നെ ചിത്രത്തിന്റെ OTT റിലീസ് ഉണ്ടാകുന്നതാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുക. ഡേറ്റ് കൺഫേം ആകുന്ന വഴി നമ്മുടെ വീഡിയോ ഭാഗത്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്തരം ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പൊ ലഭ്യമായിരിക്കുന്നത്. അപ്പൊ ഇതിലെ ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.